ഓം ഗുരും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. കിഷ്കിന്ധാകാണ്ഡത്തിലെ 33-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. ലക്ഷ്മണന്റെ കിഷ്കിന്ധാ പ്രവേശനം. അധ പ്രതിസമാദിഷ്ടോ ലക്ഷ്മണ പരവീരഃ പ്രവിവേശ ഗുഹാം ഘോരാം കിഷ്കിന്ധാം രാമശാസനാൽ. ലക്ഷ്മണൻ ശ്രീരാമന്റെ ശാസനമനുസരിച്ച് കിഷ്കിന്ധയാകുന്ന ഘോരമായ ഗുഹയിൽ പ്രവേശിച്ചു. ദ്വാരസ്ഥാഹരയസ്തത്ര മഹാകായ മഹാബലാ ബഭൂവുർലക്ഷ്മണം ദൃഷ്ട്വാ സർവേ പ്രാഞ്ജലയസ്ഥിത. അവിടെ വാതിൽക്കൽ നിന്നിരുന്ന അതികായന്മാരും കരുത്തന്മാരുമായ വാനരന്മാർ ലക്ഷ്മണനെ കണ്ട് കൈകൂപ്പി നിന്നു. കോപം കൊണ്ട് ചീറ്റുന്ന ആ ലക്ഷ്മണനെ കണ്ട് പേടിച്ച് കുരങ്ങന്മാർ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നില്ല. സതാം രത്നമയീം ശ്രീമാൻ ദിവ്യാം പുഷ്പിതകാനനാം രമ്യാം രത്നസമാകീർണാം ദദർശ മഹതീം ഗുഹാം. അവിടെ ലക്ഷ്മണൻ രത്നമയവും ദിവ്യവും പൂത്ത കാടുകളുള്ളതും രമ്യവും രത്നസമാകീർണവുമായ ആ വലിയ ഗുഹ കണ്ടു. ഹർമ്മ്യപ്രാസാദസംബാധാം നാനാപണ്യോപശോഭിതാം സർവകാമഫലൈ വൃക്ഷേ പുഷ്പിതൈരുപശോഭിതാം ദേവഗന്ധർവപുത്രൈശ്ച വാനരൈ കാമരോഭിഃ ദിവ്യമാല്യാംബരധരൈ ശോഭിതാം പ്രിയദർശനൈ ചന്ദനാകുരുപത്മാനാം ഗന്ധൈ സുരഭിഗന്ധിനാം മൈരേയാണാം മധൂനാം ച സമ്മോദിതമഹാപഥാം. ദദർശ ഗിരിനദ്യശ്ച വിമലാസ്തത്ര രാഘവ അംഗദസ്യ ഗൃഹം രമ്യം മൈന്ദസ്യ ദിവിദസ്യ ച ഗവയസ്യ ഗവാക്ഷസ്യ ഗജസ്യ ശരഭസ്യ ച വിദ്യുന്മാലേശ്ച സംവാദേ സൂര്യാക്ഷസ്യ ഹനൂമത വീരബാഹുസുബാഹോശ്ച നളസ്യ ച മഹാത്മന കുമുദസ്യ സുഷേണസ്യ താരാജാംബവതോസ്തഥാ ദധിവക്ത്രസ്യ നീലസ്യ സുപാടലസുനേത്രയോ ഏതേഷാം കവിമുഖ്യാനാം രാജമാർഗേ മഹാത്മനാം ദദർശ ഗൃഹമുഖ്യാനി മഹാസാരാണി ലക്ഷ്മണാം. ഹർമ്മ്യങ്ങളും പ്രാസാദങ്ങളും നിറഞ്ഞതും നാനാ വാണിഭങ്ങൾ ഉള്ളതും ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന പുഷ്പങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ വിളങ്ങുന്നതും ദേവഗന്ധർവ പുത്രന്മാരും കാമരൂപികളുമായ വാനരന്മാർ ദിവ്യമാല്യാംബരങ്ങൾ ചാർത്തി ശോഭനരൂപം പൂണ്ട് വിലസുന്നതും ചന്ദനം, അകിൽ, താമര എന്നിവയുടെ സുഗന്ധം പരന്നതും മദ്യത്തിൻ്റെയും മധുവിൻ്റെയും പരിമളം പരക്കുന്ന വലിയ വഴികളുള്ളതുമായ ഗുഹയും തെളിഞ്ഞ അരുവികളും ലക്ഷ്മണൻ അവിടെ കണ്ടു. അംഗദന്റെ രമ്യമായ ഗൃഹവും മൈന്ദൻ, ദിവിദൻ, ഗവയൻ, ഗവാക്ഷൻ, ഗജൻ, ശരഭൻ, വിദ്യുന്മാലി, സമ്പാദി, ഹനുമാൻ, സുഷേണൻ, നളൻ, താരൻ, ജാമ്പവാൻ, ദധിവക്ത്രൻ, നീലൻ, സുപാടലൻ, സുനേത്രൻ എന്ന് മഹാത്മാക്കളായ കവിശ്രേഷ്ഠന്മാരുടെ നല്ല ഉറപ്പുള്ള ഭവനങ്ങളും ആ രാജമാർഗത്തിൽ ലക്ഷ്മണൻ കണ്ടു. ആ ഗൃഹങ്ങളെല്ലാം വെൺമേഘവർണം പൂണ്ടവയും ദിവ്യമാല്യങ്ങൾ അണിഞ്ഞവയും ധനധാന്യ സമൃദ്ധങ്ങളും സ്ത്രീരത്നങ്ങളാൽ ശോഭിതങ്ങളുമായിരുന്നു. രമ്യവും
ഇന്ദ്രമന്ദിര സമാനവുമായ കപീശ്വരന്റെ ഗൃഹം വെളുത്ത മതിലിനാൽ ചുറ്റപ്പെട്ടതും ദുരാസദവുമാണ്. ശുക്ലൈ പ്രാസാദശിഖരൈ കൈലാസശിഖരോപമൈ സർവകാമഫലൈ വൃക്ഷൈ ശീതച്ഛായൈ മനോരമൈ ദിവ്യപുഷ്പഫലൈ വൃക്ഷൈ പുഷ്പിതൈരുപശോഭിതം മഹേന്ദ്രദത്തേ ശ്രീമദ്ഭിർനീലജീമൂതസന്നിഭൈ ഹരിഭിः സംവൃതദ്വാരം ബലീഭിः ശസ്ത്രപാണിഭിः ദിവ്യമാല്യാവൃതം ശുഭ്രം തപ്തകാഞ്ചനതോരണം സുഗ്രീവസ്യ ഗൃഹം രമ്യം പ്രവിവേശ മഹാബല അവാര്യമാണ സൗമിത്രിർ മഹാഭ്രമിവ ഭാസ്കര. കൈലാസശിഖരം പോലെയുള്ള വെൺപ്രാസാദ ശിഖരങ്ങളും സർവകാമഫലങ്ങളേകുന്ന മനോരമങ്ങളായ വൃക്ഷങ്ങളും ഇന്ദ്രൻ കൊടുത്ത നീലാംബുദ നികാശങ്ങളും ദിവ്യ ഫലങ്ങളും പുഷ്പങ്ങളുമുള്ള വൃക്ഷങ്ങളും ചേർന്ന് വിളങ്ങുന്നതും ആയുധമേന്തിയ ബലവാന്മാരായ വാനരന്മാർ വാതിലുകൾ രക്ഷിക്കുന്നതും ദിവ്യമാലാവൃതവും തങ്കക്കമാനങ്ങളുള്ളതും ശുഭ്രവും രമ്യവുമായ സുഗ്രീവഗൃഹത്തിൽ ശക്തിശാലിയായ സൗമിത്രി ആരാലും തടയപ്പെടാതെ മഹാകാശത്തിനകത്ത് അർക്കനെന്ന പോലെ പ്രവേശിച്ചു. മഹാമേഘത്തിനകത്ത് സൂര്യനെ പോലെ ലക്ഷ്മണൻ അവിടെ പ്രവേശിച്ചു. സപ്തകക്ഷ്യാധർമാത്മാ നാനാജനസമാകുല പ്രവിശ്യ സുമഹൽ ഗുപ്തം ദദർശാന്തപുരം മഹൽ. ധർമാത്മാവായ ആ ലക്ഷ്മണൻ നാനാജനസമാകുലമായ 7 മതിൽക്കെട്ടുകൾ കടന്ന് അതിഗുപ്തമായ ആ വലിയ അന്തഃപുരം കണ്ടു. ഹൈമരാജതപര്യങ്കൈ ബഹൂഭിശ്ചവരാസനൈ മഹാർഹസ്തരണോപേതൈസ്തത്ര തത്രോപശോഭിതം. പൊന്നുകൊണ്ടും വെള്ളികൊണ്ടുമുള്ള കട്ടിലുകളും വിലപിടിച്ച ഇരിപ്പിടങ്ങളും മികച്ച മേൽവിരിപ്പുകളോടെ അവിടെ കിടക്കുന്നുണ്ട്. പ്രവിവേശന്നേവ സതതം ശുശ്രാവമധുരസ്വരം തന്ത്രിഗീത സമാകീർണം സമഗീതപദാക്ഷരം. ലക്ഷ്മണൻ അവിടെ ചെന്നപ്പോൾ പ്രവേശിച്ച സമയത്ത് വീണവായനയോടൊപ്പം ചേർത്ത് പാടുന്ന സുന്ദരമായ മധുര ഗീതവും ശ്രവിച്ചു. ശക്തിശാലിയായ ആ ലക്ഷ്മണൻ സൗന്ദര്യ യൗവന ഗർഭിതകളായ അനേകം സ്ത്രീകളെ ആ സുഗ്രീവ മന്ദിരത്തിൽ ദർശിച്ചു. ആഭിജാത്യം തികഞ്ഞവരെയും ചിത്രപ്പൂമാലയിട്ടവരെയും പൂക്കളും പഴങ്ങളും ഒരുക്കുന്നവരെയും വില കൂടിയ വേഷഭൂഷകൾ അണിഞ്ഞവരെയും ലക്ഷ്മണൻ കണ്ടു. അതൃപ്തിയും ദുഃഖവുമില്ലാത്തവരും ഉത്കൃഷ്ട വസ്ത്രാഭരണങ്ങൾ ചാർത്തിയവരുമായ സുഗ്രീവന്റെ അനുചരന്മാരെയും ലക്ഷ്മണൻ അവിടെ കണ്ടു. കൂജിതം നൂപുരാണാം ച കാഞ്ചീനാം നിനദം തഥാ സന്നിശമ്യത്തത ശ്രീമാൻ സൗമിത്രിൽ ലജ്ജിതോഭവൽ. നൂപുരങ്ങളുടെ നിസ്വനവും അരഞ്ഞാണുകളുടെ നിനദവും കേട്ട് ശ്രീമാനായ സൗമിത്രി ലജ്ജിതനായിപ്പോയി. രോഷവേഗ പ്രകുപിത ശ്രുത്വാചാഭരണസ്വനം ചകാരജ്യാസ്വനം ധീരോ ദിശശബ്ദേന പൂരയൻ. ആഭരണസ്വനം കേട്ട് രോഷവേഗ കുപിതനായ ലക്ഷ്മണൻ ദിക്കുകളെല്ലാം മുഴക്കുമാറ് ഞാണൊലിയിട്ടു. ആ ഞാണൊലിയുടെ ശബ്ദം കേട്ട് കപിനായകനായ സുഗ്രീവൻ ലക്ഷ്മണൻ വന്നതറിഞ്ഞ് പേടിച്ച് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അംഗദൻ മുമ്പ് പറഞ്ഞിരുന്നതിനാലും ഞാണൊലിയുടെ ഒച്ച കേട്ടതിനാലും ലക്ഷ്മണൻ വന്നതറിഞ്ഞ് ആ വാനരന്റെ മുഖം ഭയം കൊണ്ട് പറ്റി വരണ്ടുപോയി. പേടികൊണ്ട് ഉള്ളുപതറിയ വാനരനേശ്വരായ സുഗ്രീവൻ മനോഹരിയായ താരയോട് ആസ്തയോടെ ഹിതം പറഞ്ഞു. പ്രകൃത്യ മൃദുമാനസനായ ഈ രാഘവാനുജൻ ലക്ഷ്മണൻ ക്രുദ്ധനെ പോലെ വന്നു ചേരാൻ കാരണമെന്തായിരിക്കും? കുമാരൻ കോപിക്കാൻ എന്താണ് കാരണമെന്ന് നീ മനസ്സിലാക്കിയോ എന്ന് താരയോട് ചോദിച്ചു. അനിന്ദിതേ, നരസത്തമനായ അദ്ദേഹം അകാരണമായി കോപിക്കില്ല. യദസ്യ കൃതമസ്മാഭി ബുദ്ധ്യസ്യേ കിഞ്ചിത് അപ്രിയം തൽബുദ്ധ്യാ സംപ്രധാര്യാശു ക്ഷിപ്ര അർഹസി ഭാഷിതം. നമ്മൾ അദ്ദേഹത്തിന് അപ്രിയമെന്തെങ്കിലും ചെയ്തിരിക്കുമോ?
നീ അത് ആലോചിച്ചറിഞ്ഞ വേഗം എന്നോട് പറയണം. അല്ലെങ്കിൽ നീ തന്നെ ഇരുന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം. നീ സാന്ത്വന വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. അദ്ദേഹം നിന്നെ കാണുമ്പോൾ ശാന്തനായി കോപം ഉപേക്ഷിക്കും. മഹാത്മാക്കൾ ഒരിക്കലും സ്ത്രീകളോട് കോപിക്കാറില്ല. നിന്റെ സാന്ത്വന വാക്കുകൾ കേട്ട് പ്രസാദിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണാം എന്ന് സുഗ്രീവൻ താരയോട് പറഞ്ഞു. സാ പ്രസ്ഫലന്തി മദവിഹ്വലാക്ഷി പ്രലംബകാഞ്ചീ ഗുണഹേമസൂത്ര സലക്ഷണാ ലക്ഷ്മണസന്നിധാനം ജഗാമതാരാനമിതാം ഗയഷ്ടി. മതാകുലനേത്രയായ അവൾ കാൽവയ്പ്പുകൾ ഉറയ്ക്കാതെ കിഴിഞ്ഞ പൊന്നരഞ്ഞാണുമായി തെല്ലു കുനിഞ്ഞ ശരീരത്തോടെ സലക്ഷണയായി ലക്ഷ്മണ സന്നിധിയിലേക്ക് ചെന്നു. സതാം സമീക്ഷൈവ ഹരീശപത്നിം സസ്താവുദാസീനതയാ മഹാത്മാ അവാക്മുഖോ ഭൂൻ മനുജേന്ദ്രപുത്ര സ്ത്രീസന്നികാർഷാദി നിവൃത്തകോപ. കപീന്ദ്രപത്നിയെ കണ്ടയുടൻ ആ മഹാത്മാവ് ലക്ഷ്മണൻ ഉദാസീന ഭാവം പൂണ്ടു. സ്ത്രീ സാമീപ്യം നിമിത്തം മനുജേന്ദ്രപുത്രനായ ലക്ഷ്മണൻ കോപമകന്ന് തലതാഴ്ത്തി നിന്നു. സാപാനയോഗാത് വിനിവൃത്തലജ്ജ ദൃഷ്ടിപ്രസാദാച്ച നരേന്ദ്രസൂനോ ഉവാച താരാ പ്രണയപ്രഗൽഭം വാക്യം മഹാർത്ഥം പരിസാന്ത്വപൂർവം. മധുപാനത്താൽ ലജ്ജാഹീനയായ താര നൃപപുത്രന്റെ നേത്രങ്ങളിലെ പ്രസാദഭാവം കണ്ട് സാന്ത്വനപൂർവം സ്നേഹമസൃണമായി അർത്ഥവത്തായ വാക്കുകൾ പറഞ്ഞു. കിം കോപമൂലം മനുജേന്ദ്രപുത്ര കസ്തേന സന്ധിഷ്ഠതി വാഗ്നിദേശേ കശുഷ്കവൃക്ഷം വനമാപതന്തം ദാവാഗ്നിമാസീദതി നിർവിശങ്ക. ഹേ നരേന്ദ്രപുത്ര, കോപത്തിന്റെ കാരണമെന്താണ്? ഇത്ര വലിയ കോപത്തിനുള്ള കാരണമെന്താണ്? അങ്ങയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരാരാണ്? ആരാണ് ഉണങ്ങിയ മരങ്ങളുള്ള കാട്ടിൽ പടരുന്ന കാട്ടുതീയിൽ ഭയമില്ലാതെ ചെന്ന് ചാടുന്നത്? സതസ്യാവചനം ശ്രുത്വാ സാന്തപൂർവമശങ്കിതം ഭൂയ പ്രണയദൃഷ്ടാർത്ഥം ലക്ഷ്മണോ വാക്യമബ്രവീൽ. വീണ്ടും സ്നേഹദൃഷ്ടിയോടെ ഫലം കാണുമാറ് സാന്ത്വനപൂർവം സംശയമില്ലാതെ അവൾ പറഞ്ഞത് കേട്ട് ആ ലക്ഷ്മണൻ പറഞ്ഞു. കിമയം കാമവൃത്തസ്തേ ലുപ്തധർമാർത്ഥ സംഗ്രഹ ഭർത്താ ഭർതൃഹിതേ യുക്തേ ന ചൈനമവബുദ്ധ്യസേ. നിന്റെ ഭർത്താവ് എന്തുകൊണ്ട് ധർമാർത്ഥങ്ങൾ നോക്കാതെ ഇങ്ങനെ കാമവൃത്തനായിത്തീർന്നു? അത് നീ അറിയുന്നില്ലേ? ഭർതൃഹിതോദ്യതയെ നീ അത് അറിയുന്നില്ലേ? അവൻ രാജകാര്യം ചിന്തിക്കുന്നില്ല, ശോകപരായണരായ ഞങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അവൻ എപ്പോഴും അമാത്യന്മാരുമായി മധുപാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മദമത്തനായി വിളയാടുന്ന കപീശ്വരൻ 4 മാസത്തെ അവധി പറഞ്ഞിരുന്നത് കഴിഞ്ഞതും അറിയുന്നില്ല. നഹി ധർമാർത്ഥസിദ്ധ്യർത്ഥം പാനമേവം പ്രശസ്യത്തെ പാനാദർത്ഥശ്ച ധർമ്മശ്ച കാമശ്ച പരിഹീയത്തെ. ഇങ്ങനെ കുടിക്കുന്നത് ധർമാർത്ഥങ്ങൾ നേടാൻ സഹായകരമല്ല. കുടികൊണ്ട് അർത്ഥധർമ്മങ്ങളും കാമവും നശിച്ചു പോകും. ധർമ്മ ലോപോ മഹാംസ്താവൽ കൃതേ ഹ്യപ്രതികുർവത അർത്ഥലോപശ്ച മിത്രസ്യ നാശേ ഗുണവതോ മഹാൻ. പ്രത്യുപകാരം ചെയ്യാതിരുന്നാൽ വലിയ ധർമ്മഹാനി വരും. ഗുണവാനായ മിത്രം നശിച്ചാൽ വലിയ അർത്ഥനാശവും ഉണ്ടാകും. മിത്രം ഹ്യർത്ഥഗുണശ്രേഷ്ഠം സത്യധർമ്മപരായണം ത്വൽദ്വയം തു പരിത്യക്തം നതു ധർമ്മേ വ്യവസ്ഥിതം. സത്യധർമ്മപരായണനായ മിത്രം അർത്ഥകാമങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്. നീ അത് രണ്ടും ഉപേക്ഷിച്ചു. ധർമ്മത്തിലും ശ്രദ്ധയില്ല, അതേമാതിരി ആ മിത്രത്തിലും ശ്രദ്ധയില്ല. തദേവം പ്രസ്തുതേ കാര്യേ കാര്യമസ്മാഭിരുത്തമം യൽ കാര്യം കാര്യതത്വജ്ഞേ തതുദാഹർത്തുമർഹസി. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കുമ്പോൾ കാര്യതത്വജ്ഞേ, ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറയണം. സാതസ്യ ധർമാർത്ഥ സമാധിയുക്തം നിശമ്യവാക്യം മധുരസ്വഭാവം താരാഗതാർത്ഥേ മനുജേന്ദ്രകാര്യേ വിശ്വാസയുക്തം തമുവാച ഭൂയാ. ആ താര അദ്ദേഹത്തിൻ്റെ ധർമാർത്ഥ സമേതമായ ഈ മധുരവാക്കുകൾ കേട്ട്
നന്നായി അറിയാവുന്ന ആ മനുജേന്ദ്രന്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ വീണ്ടും പറഞ്ഞു, ന കോപകാലം ക്ഷിതിപാലപുത്ര ന ചാതി കോപസ്വജനേ വിധേയ ത്വദർത്ഥകാമസ്യ ജനസ്യ തസ്യ പ്രമാദമപ്യർഹസി വീരസോഢും. ഹേ രാജപുത്ര, കോപത്തിനുള്ള കാലമായില്ല. സ്വന്തം ആളുകളിൽ അമർഷമുണ്ടാവാനും പാടില്ല. അങ്ങയുടെ കാര്യത്തെ തന്നെ ചിന്തിക്കുന്ന, അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആളുടെ തെറ്റുപോലും അങ്ങ് പൊറുക്കണം. കോപം കഥം നാമ ഗുണപ്രകൃഷ്ട കുമാരകുര്യാതപകൃഷ്ട സത്വേ കസ്ത്വിധ കോപവശം ഹി ഗച്ഛേൽ സത്വാവരുദ്ധ സ്തപസപ്രസൂതി. ഗുണങ്ങൾ ഏറെയുള്ള അങ്ങ് കഴിവ് കുറഞ്ഞവനോട് ഇങ്ങനെ കോപിക്കാമോ? അങ്ങയെപ്പോലെ സത്വാനിതനും തപോവിത്തുമായ ഏതൊരാളാണ് കോപത്തിന് അധീനനാകുക? ജാനാമി രോഷം ഹരിവീരബന്ധോർ ജാനാമി കാര്യസ്യ ച കാലസംഗം ജാനാമി കാര്യം ത്വയി യൽ കൃതം ന തച്ചാപി ജാനാമി യദത്ര കാര്യം. കവിവീരബന്ധുവിൻ്റെ കോപം എനിക്കറിയാം. കാര്യത്തിന് കാലതാമസം വന്നുവെന്നും അറിയാം. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത ഉപകാരത്തെയും എനിക്കറിയാം. എന്താണിവിടെ ഇനി ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. തച്ചാപി ജാനാമി യഥാവിഷഹ്യം ബലം നരേഷ്ട ശരീരജസ്യ ജാനാമി യസ്മിൻശ്ച ജനേവബദ്ധം കാമേന സുഗ്രീവമസക്തമദ്യ. നരേന്ദ്ര, കാമന്റെ താങ്ങാനാവാത്ത കരുത്തും ഞാൻ അറിയുന്നു. ഇന്ന് സുഗ്രീവൻ കാമനാൽ ആരിലാണ് ആസക്തനായതെന്നും ഞാൻ അറിയുന്നു. അങ്ങയ്ക്ക് കാമതന്ത്രം അറിഞ്ഞുകൂടാ. അങ്ങ് കോപത്തിന് അധീനനായല്ലോ. കാമാസക്തനായ നരൻ ദേശകാലങ്ങളും അർത്ഥധർമ്മങ്ങളും ചിന്തിക്കാറില്ല. തം കാമവൃത്തം മമ സന്നികൃഷ്ടം കായാഭിയോഗാച്ച നിവൃത്തലജ്ജം ക്ഷമസ്വതാവൽ പരവീരഹന്ത സ്ത്വൽഭ്രാതരം വാനരവംശനാഥം. ഹേ പരവീരഹന്താവേ, എൻ്റെ അടുത്ത് വാഴുന്നവനും കാമവൃത്തനും കാമപാരവശ്യത്താൽ ലജ്ജയില്ലാത്തവനും അങ്ങയുടെ സഹോദര തുല്യനുമായ ഈ വാനരവംശനാഥനോട് അങ്ങ് ക്ഷമിച്ചാലും. മഹർഷയോ ധർമ്മതപോഭികാമ കമാൽ കാമാ പ്രതിബദ്ധമോഹ അയം പ്രകൃത്യാ ചപലക്കവിസ്തു കഥം ന സഞ്ജീത സുഖേഷു രാജ. എല്ലാ മോഹങ്ങളും അകന്ന തപസ്സിൽ കഴിയുന്ന മുനീന്ദ്രന്മാർ പോലും കാമമോഹിതരായിരിക്കെ, കാമത്തിന് വശംവദരായിരിക്കെ, പ്രകൃത്യാചപലനും വെറും വാനരനും രാജാവുമായ ഇവൻ എങ്ങനെ സുഖങ്ങളിൽ മുഴുകാതിരിക്കും? ഇത്യവമുക്താ വചനം മഹാർത്ഥം സാ വാനരി ലക്ഷ്മണമപ്രമേയം പുനഃസഖേലം മദവിഹ്വലം ച ഭർതൃഹിതം വാക്യമിതം ബഭാഷേ. ആ വാനരി അപ്രമേയനായ ലക്ഷ്മണനോട് ഇങ്ങനെ അർത്ഥമേറിയ വാക്കുകൾ പറഞ്ഞ് വീണ്ടും മതവ്യാകുലവും വിനോദവുമായി ഭർതൃഹിതമേകുന്ന ഈ വാക്കുകൾ കൂടി പറഞ്ഞു. നരോത്തമ, കപീശ്വരൻ കാമനു കീഴ്പ്പെട്ടിരുന്നിട്ടും അങ്ങയുടെ കാര്യത്തിനായി ഒരുക്കങ്ങൾക്ക് ആജ്ഞ കൊടുത്തിരിക്കുന്നു. മഹാവീരന്മാരും കാമരൂപികളും നാനാപർവ്വതവാസികളുമായ 100,000 കോടി വാനരന്മാർ വന്നെത്തി കഴിഞ്ഞു. തഥാഗച്ഛ മഹാബാഹോ ചാരിത്രം രക്ഷിതം ത്വയാ അച്ഛലം മിത്രഭാവേന സദാം ധാരാവലോകനം. അങ്ങയാൽ ചാരിത്രം രക്ഷിതമായി, അതിനാൽ അങ്ങ് അകത്തേക്ക് വരൂ. സജ്ജനങ്ങൾക്ക് മൈത്രി മൂലം പരസ്ത്രീ ദർശനം നിഷിദ്ധമല്ല. താര ലക്ഷ്മണനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാണ്. സുഗ്രീവന്റെ അടുത്തേക്ക് പോണു. താരയാ ചാഭ്യനുജ്ഞാതത്വരയാ ചാപി ചോദിത പ്രവിവേശ മഹാബാഹോരഭ്യന്തരമരിന്തമ. മഹാഭുജനും ശത്രുനാശകനുമായ ലക്ഷ്മണൻ താരയുടെ ക്ഷണം കൊണ്ടും പോകാനുള്ള തിടുക്കം കൊണ്ടും അകത്തേക്ക് കടന്നു ചെന്നു, സുഗ്രീവന്റെ അടുത്തേക്ക്. തതസുഗ്രീവമാസീനം കാഞ്ചനേ പരമാസനേ മഹാർഹാസ്തരണോപേതേ ദദർശാദിത്യസന്നിഭം. അവിടെ ചെന്നപ്പോൾ എന്താണ് ലക്ഷ്മണൻ കണ്ടത്? വിലപിടിച്ച വിരിപ്പിട്ട കനകസിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സൂര്യസന്നിഭനായ സുഗ്രീവനെയാണ് അവിടെ ലക്ഷ്മണൻ കണ്ടത്. ദിവ്യാഭരണചിത്രാംഗം ദിവ്യരൂപം യശസ്വിനം ദിവ്യമാല്യാംബരധരം മഹേന്ദ്രമിവ ദുർജയം ദിവ്യാഭരണമാല്യാഭിപ്രമദാഭിസമാവൃതം
ലക്ഷ്മണ പരവീരഘ്നോ രാമകോപാഭിപീഡിത സംരബ്ധത്തരരക്താക്ഷോ ബഭൂവാന്തകസന്നിഭാ. ദിവ്യാഭരണ ചിത്രാംഗനം, ദിവ്യരൂപനും സുകീർത്തിമാനും, ദിവ്യമായ വസ്ത്രങ്ങളും മാല്യങ്ങളും അണിഞ്ഞവനും, ഇന്ദ്രനെപ്പോലെ ദുർജയനും, ദിവ്യാഭരണ മാല്യങ്ങൾ ധരിച്ച സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനുമായ സുഗ്രീവനെ കണ്ട് വൈരിവീരഹന്താവും രാമകോപ പീഡിതനുമായ ലക്ഷ്മണൻ കോപം കൊണ്ട് കണ്ണുകൾ തുടുത്തു ചുവന്ന് അന്തകതുല്യനായി കാണപ്പെട്ടു. സുഗ്രീവന്റെ ഇരിപ്പ് കണ്ട് ലക്ഷ്മണന് കോപം വന്നത്. സ്ത്രീകളുടെ മധ്യത്തിൽ മദ്യം കുടിച്ച് അങ്ങനെ മത്തനായിട്ടിരിക്കുന്നു. രുമാം തു വീര പരിരഭ്യഗാഠം വരാസനസ്ഥോ വരഹേമവർണ്ണ ദദർശ സൗമിത്രിമദീനസത്വം വിശാലനേത്ര സുവിശാലനേത്രം. രുമാം തു വീര പരിരഭ്യഗാഠം, രുമയെ കെട്ടിപ്പുണർന്ന സിംഹാസനത്തിലിരിക്കുന്ന സ്വർണവർണ്ണം പൂണ്ട ആ വീരനായ സുഗ്രീവൻ തൻ്റെ വിടർന്ന കണ്ണുകൾ കൊണ്ട് സ്ഥിരസത്വനും വിശാലനേത്രനുമായ സൗമിത്രിയെ നോക്കി. പെട്ടെന്ന് ലക്ഷ്മണൻ വന്നത് കണ്ട് ചാടി എഴുന്നേറ്റു. ആ സുഗ്രീവൻ ഭയത്തോടുകൂടി ചാടി എഴുന്നേറ്റു. കോപം കൊണ്ട് ചീറ്റുന്നവനും തേജസ് കൊണ്ട് ജ്വലിക്കുന്നവനും ഭ്രാതൃദുഃഖത്തിൽ സന്തപ്തനുമായ ആ ദശരഥപുത്രനെ കണ്ട് സുഗ്രീവൻ സ്വർണസിംഹാസനം വിട്ട് അലങ്കരിക്കപ്പെട്ട മഹേന്ദ്രധ്വജം എന്ന പോലെ ചാടി എഴുന്നേറ്റു. കൂടെയുള്ള ആ സ്ത്രീകളും വാനര സ്ത്രീകളും സുഗ്രീവനോടൊപ്പം എഴുന്നേറ്റു. ക്ഷീമാനായ അവൻ തുടുത്ത മിഴികളോടെ കൈകൂപ്പിക്കൊണ്ട് അരികിലേക്ക് ചെന്ന് വലിയൊരു കൽപ്പവൃക്ഷം പോലെ അവിടെ നിന്നു. ലക്ഷ്മണൻ കൈയും കൂപ്പിക്കൊണ്ട് സുഗ്രീവൻ കൈകൂപ്പിക്കൊണ്ട് ലക്ഷ്മണന്റെ മുമ്പിൽ വന്ന് നിന്നു. അങ്കനമാർക്ക് നടുവിൽ രുമയോടൊത്ത് താരകളോടുകൂടിയ ചന്ദ്രനെ പോലെ നിൽക്കുന്ന സുഗ്രീവനോട് ദുഷ്ടനായ ലക്ഷ്മണൻ എന്തൊക്കെയാണ് പറയുന്നതെന്നെല്ലാം അടുത്ത സർഗത്തിൽ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു, ശ്രീജഗദംബാർപ്പണമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ഹരേ രാമ.